പ്രവാസി മലയാളികൾക്ക് ഏറെ ആശ്വാസകരമാകുന്ന തീരുമാനമാണ് ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയർ പ്രഖ്യാപിച്ചത്. ഒമാനിലെ വിമാനത്താവളങ്ങളുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന നേട്ടങ്ങൾ വിവരിക്കാൻ വിളിച്ചു ചേർത്ത വാർഷിക വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം. തിരുവനന്തപുരം കൊച്ചി സർവീസുകൾ ഉൾപ്പെടെ ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ വർദ്ധിപ്പിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി. ഘട്ടം ഘട്ടമായിട്ടാവും കൂടുതൽ നഗരങ്ങളിലേക്ക് സർവീസ് തുടങ്ങുകയെന്ന് CEO അഡ്രിയാൻ ഹാമിൽട്ടനാണ് വ്യക്തമാക്കിയത്. ഇതോടൊപ്പം സലാലയിലേക്കുള്ള വിമാന ടിക്കറ്റുകൾ ഏകീകരിക്കാൻ ഒമാൻ എയറും സലാം എയറും നടപടി തുടങ്ങിയതായി ഗതാഗത വാർത്താവിനിമയ വകുപ്പ് മന്ത്രി സയ്യിദ് ബിൻ ഹമൂദ് അൽ മവാലി അറിയിച്ചു. സലാം എയറിൽ സലാലയിലേക്ക് മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന് 3 വ്യത്യസ്ത നിരക്കുകളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വൺ വേ ടിക്കറ്റ് ചെക്ക് ഇൻ ലഗേജ് ഇല്ലാതെ ആദ്യ സ്റ്റേജിൽ 10 റിയാലിൽ താഴെയും, രണ്ടാം സ്റ്റേജിൽ 20 റിയാലിൽ താഴെയും, മൂന്നാം സ്റ്റേജിൽ 26 റിയാലിൽ താഴെയുമാണ് ലഭിക്കുക. റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ ലഗേജ് ഇല്ലാതെ ആദ്യഘട്ടത്തിൽ 28 റിയാലിൽ താഴെയും, രണ്ടാം ഘട്ടത്തിൽ 38 റിയാലിൽ താഴെയും, മൂന്നാം ഘട്ടത്തിൽ 49 റിയാലിൽ താഴെയുമാണ് ടിക്കറ്റ് ലഭിക്കുക. 20 കിലോ ചെക്ക് ഇൻ ലഗേജ് ഉൾപ്പെടെ ആദ്യ സ്റ്റേജിൽ 19 റിയാലിൽ താഴെയും, രണ്ടാം സ്റ്റേജിൽ 24 റിയാലിൽ താഴെയും, മൂന്നാം സ്റ്റേജിൽ 49 റിയാലിൽ താഴെയും ടിക്കറ്റ് ലഭിക്കും. അതോടൊപ്പം രാജ്യത്തെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയർ കഴിഞ്ഞ സാമ്പത്തിക വർഷം 3.2 ദശലക്ഷം ലാഭം നേടിയതായി CEO കോൺ കോഫിയസ് അറിയിച്ചു. വൺ വേൾഡ് സഖ്യത്തിൽ ചേർന്നതോടെ ഒമാൻ എയർ ഇപ്പോൾ 900ഓളം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.